ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് യൂട്യൂബ് ചാനൽ ഫോർ 10th സ്റ്റുഡൻസിന് വേണ്ടിയുള്ള വീഡിയോ ആണ്. പക്ഷെ ഇത് 10ാം ക്ലാസ്സിന് മാത്രമുള്ള വീഡിയോസ് ഒന്നുമല്ല. നിങ്ങൾ എത്രാം ക്ലാസ് മുതൽ, 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള യൂട്യൂബ് ചാനലുകൾ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ബട്ട് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന 10ാം ക്ലാസ് സ്റ്റുഡൻസിനെയാണ്. സോ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ ലാംഗ്വേജിൽ കിടക്കാം. ലാംഗ്വേജ് മലയാളം ഫസ്റ്റും മലയാളം സെക്കൻഡും ആണ്. മലയാളം ഫസ്റ്റും സെക്കൻഡിനും കൂടുതൽ കാണുന്ന ചാനൽ എന്ന് പറയുമ്പോൾ സൈലവും എജുപോർട്ടുമാണ്. പക്ഷെ കൂടുതൽ ഞാൻ കാണുന്നത് എജുപോർട്ടാണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി ചില സമയത്ത് സൈലത്തിന്റെ ക്ലാസ്സും കാണാറുണ്ട്. സെക്കൻഡ് വൺ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് ഗ്രാമറുമായി ബന്ധപ്പെട്ട് ഞാൻ കൂടുതൽ കാണുന്നത് ഓപ്പൺ ഔട്ട് ചാനലാണ്. ഓപ്പൺ ഔട്ട് ചാനലും കാണും, പിന്നെ സൈലത്തിന്റെ ചാനലും കാണാറുണ്ട്. പക്ഷെ കൂടുതൽ ഞാൻ ഗ്രാമറുമായി നോക്കുന്നത് ഓപ്പൺ ഔട്ട് എന്ന ചാനലാണ്. പിന്നെ ഈ ചാപ്റ്റേഴ്സ്, അതായത് ഇംഗ്ലീഷിൽ ഓരോ ചാപ്റ്റേഴ്സ് കുറച്ച് ഡീപ്പായിട്ട് പഠിപ്പിക്കണമെങ്കിൽ ഈസി ഇംഗ്ലീഷ് എന്ന ചാനൽ നല്ലതായിരിക്കും. പക്ഷെ സൈലവും പഠിപ്പിക്കാറുണ്ട്. സൈലം പഠിപ്പിക്കുന്ന സമ്മറി ആയിട്ട് പഠിപ്പിക്കുള്ളൂ. ഇംഗ്ലീഷ് ആണെങ്കിൽ സമ്മറി ആയിട്ട് നാച്ചുറൽ പഠിപ്പിക്കത്തുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഹിന്ദിയാണ്. ഹിന്ദിയെ സംബന്ധിച്ച് ഞാൻ കൂടുതലും ഹിന്ദിയെ പറ്റി നോക്കുന്നത് സൈലത്തിൻ്റെ ചാനലാണ്. അഫ്കോഴ്സ് കാരണം സൈലത്തിൽ ബാബു സാർ പഠിപ്പിക്കുന്ന കുറച്ചും കൂടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതേപോലെ MS സൊല്യൂഷനും ഞാൻ കാണാറുണ്ട്. അടുത്തത് സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസ് ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്. ഈ ഹിസ്റ്ററിയും ജോഗ്രഫിയും 2 സബ്ജക്റ്റിനും കൂടുതൽ കാണുന്നത് സൈലത്തിൻ്റെ ക്ലാസ് ആണ്. സൈലത്തിൻ്റെ ക്ലാസ്സും കാണും, പ്ലസ് എജുപോർട്ടിൻ്റെ ക്ലാസ്സും കാണും. കാരണം ഇവർ രണ്ടുപേരും പഠിപ്പിക്കുന്ന കുറച്ച് ഡിഫറെൻ്റ് ആണ്. പക്ഷെ അത് എളുപ്പത്തിൽ ഇവർ പഠിപ്പിച്ചു തരും. ഇപ്പോൾ ഷോർട്ട് കട്ട്സും ട്രിക്സിലൂടെയൊക്കെ ഇവർ പഠിപ്പിച്ചു തരും. നെക്സ്റ്റ് ബയോളജിയാണ്. ബയോളജി എന്ന് പറഞ്ഞാൽ കൂടുതലും ഞാൻ കാണുന്നത് എജുപോർട്ടും എക്സാമിനറുമാണ്. എക്സാമിനാണ് കൂടുതലും ഞാൻ ബയോളജിക്കുമായിട്ട് ഞാൻ കാണുന്നത്. കാരണം ബയോളജി കുറച്ചും കൂടെ അവർ പഠിപ്പിച്ച് ക്ലിയർ ആയിട്ട് കുറച്ചും കൂടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ സൈലവും പഠിപ്പിക്കുന്നുണ്ട്. സൈലം നല്ലപോലെ കുറച്ചും കൂടെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കമ്പാരിറ്റീവ്ലി എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമുള്ളത് എക്സാമിനറാണ്. പിന്നെ കെമിസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ അഫ്കോഴ്സ് MS സൊല്യൂഷനാണ്. ആ ചാനലിൽ കെമിസ്ട്രി ഇട്ടൊരു കളിയുമില്ല. കാരണം എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചാനലും കൂടെയാണ് MS സൊല്യൂഷൻ. പിന്നെ എജുപോർട്ടും കാണും. പിന്നെ അതേപോലെ സൈലവും ഇതിൽ നല്ലതാണ്. പക്ഷെ എനിക്ക് കൂടുതൽ കമ്പാരിറ്റീവ്ലി എനിക്ക് ഇഷ്ടമുള്ള ചാനൽ എന്ന് പറയുമ്പോൾ MS സൊല്യൂഷനാണ്. പിന്നെ ഫിസിക്സിനാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഒരു ചാനൽ ഉണ്ടായിരുന്നു, ഒരു ക്യാപ്സ്യൂൾ സെക്ഷൻ. പക്ഷെ ഇപ്പോൾ അത് ആക്റ്റീവ് അല്ല ആ ചാനൽ. പക്ഷെ വീഡിയോസൊക്കെ അത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ MS സൊല്യൂഷനും ഞാൻ കാണാറുണ്ട്. ഫിസിക്സിൻ്റെ ഇതിന് MS സൊല്യൂഷനും കാണും, പിന്നെ എക്സാമിനറും കാണും. പിന്നെ സൈലവും പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. അടുത്തത് മാത്സ് ആണ്. മാത്സ് കൂടുതലും ഞാൻ കാണുന്നൊരു ചാനലാണ് സൈലം. സൈലം കറക്റ്റ് എന്ന് വെച്ചാൽ അവർ തരുന്ന ചോദ്യം തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അച്ചടിച്ചല്ല, പക്ഷെ അതേപോലത്തെ മോഡലിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലും എനിക്ക് സൈലത്തിനെയാണ് എനിക്ക് മാത്സിനെ പഠിപ്പിക്കാൻ ചാനൽ കാണുന്നത്. അവസാനം IT ആണ്. IT കൂടുതലും തിയറി ഞാൻ കൂടുതലും കാണുന്നത് എക്സാമിനറാണ്. പക്ഷെ പ്രാക്ടിക്കലിനെ കൂടുതലും കാണുന്നത് നൈസ് വേൾഡ് ഗ്രൂപ്പ് എന്നൊരു യൂട്യൂബ് ചാനലാണ്. അവർ കുറച്ചും കൂടെ അത് നമ്മൾ കമ്പ്യൂട്ടറിൽ പഠിച്ചതുപോലെ അവർ കാണിച്ചു തരും. അതെനിക്ക് കൂടുതലും എഫക്റ്റീവായിട്ട് തോന്നി. പരീക്ഷയ്ക്കും എല്ലാം എനിക്ക് നല്ലതുപോലെ എനിക്ക് യൂസ്ഫുള്ളായി ആ വീഡിയോസൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഒരുപാട് എല്ലാ ചാനലും പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാട് ചാനൽ ഇനിയും പറയാനുണ്ട്. അതായത് ഏഗൺ ചാനലുണ്ട്, അങ്ങനെ ഒരുപാട് ചാനലുണ്ട്. അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇപ്പോൾ സ്ക്രീനിൽ ഞാൻ ജസ്റ്റ് കൊടുത്തേക്കാം. ഇതെല്ലാം ഞാൻ പഠിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രീ ടൈം ആയാലും അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ചാനലൊക്കെ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കാറൊക്കെ ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇതേപോലെ ഒരുപാട് ടിപ്സും ട്രിക്സും എല്ലാം കൂടെ വീഡിയോസ് ആയിട്ട് ഞാൻ കൂടുതലും ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. പിന്നെ യൂട്യൂബിലും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.